2026 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഈ വീഡിയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ ഒരു പഠന സഹായിയാക്കിയിട്ടുണ്ട്. 4500ഓളം ചോദ്യോത്തരങ്ങളും 336 പേജുകളുമുള്ള വളരെ സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു പഠന സഹായിയാണ്. 250 രൂപയാണ് പഠന സഹായിയുടെ വില. 50 രൂപയാണ് പോസ്റ്റൽ ചാർജ്. 5 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കില്ല. 10 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് 225 രൂപയ്ക്ക് പോസ്റ്റൽ ചാർജ് ഇല്ലാതെ നൽകുന്നതായിരിക്കും. പഠിച്ച ഭാഗങ്ങൾ വളരെ കൃത്യമായി റിവൈസ് ചെയ്യുന്നതിന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. അതിൽ 30 എണ്ണം കഴിഞ്ഞു. ഇനിയും 110 മോക്ക് ടെസ്റ്റുകൾ അവശേഷിക്കുന്നുണ്ട്. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. രജിസ്റ്റർ ചെയ്യാൻ ഇനിയും അവസരമുണ്ട്. ഇനി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കും പഴയ മോക്ക് ടെസ്റ്റുകളുടെ എല്ലാം ലിങ്കുകൾ അയച്ചു തരുന്നതായിരിക്കും. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ആവർത്തിച്ച് പരീക്ഷ എഴുതി നോക്കാൻ കഴിയും. താല്പര്യമുള്ളവർ ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യുക. ചോദ്യവും 4 ഓപ്ഷനുകളും അതേ തുടർന്ന് ശരിയുത്തരവും എന്ന ക്രമത്തിലാണ് ഈ മോക്ക് ടെസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ചോദ്യവും ഓപ്ഷനുകളും ഞാൻ വായിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്കൊരു പേനയും പേപ്പറും എടുത്ത് ശരിയുത്തരം ABCD ഏതാണ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഉത്തരവും നിങ്ങൾക്ക് ശരിയോ തെറ്റോ മാർക്ക് ചെയ്യാം. ഏറ്റവും അവസാനം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് റൂത്തിനെ എന്തു ചെയ്തു എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. ഓപ്ഷൻ എ, കാരുണ്യപൂർവം കടാക്ഷിച്ചു. ബി, സമൃദ്ധമായി അനുഗ്രഹിച്ചു. സി, കഠിനമായി ശിക്ഷിച്ചു. ഡി, വിധവയായി ജീവിക്കാൻ അനുവദിച്ചു. ശരിയുത്തരം ഓപ്ഷൻ ബി, സമൃദ്ധമായി അനുഗ്രഹിച്ചു. ചോദ്യം 2, ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ എന്തുണ്ടായി? വരൾച്ച, ക്ഷാമം, മഹാമാരി, ജലപ്രളയം. ഇതിലേതാണ് ശരിയുത്തരം? അതിന്റെ നമ്പർ മാത്രം നിങ്ങൾ എഴുതി വെക്കുക. ശരിയുത്തരം ഓപ്ഷൻ ബി, ക്ഷാമം. വാക്യഭാഗവും എഴുതിയിട്ടുണ്ട്. ഇത് റൂത്തിൽ നിന്നുള്ള ചോദ്യമാണ്. റൂത്ത് 1:1 ആണ് അതിന്റെ വാക്യഭാഗം. മൂന്നാമത്തെ ചോദ്യം, യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായ എലിമെലക്കും കുടുംബവും എവിടെ താമസമാക്കി? യൂദായിൽ, ബെത്ലഹേമിൽ, മൊവാബിൽ, എഫ്രായിമിൽ. ശരിയുത്തരം ഓപ്ഷൻ സി, മൊവാബിൽ. 4, നവോമിക്ക് ആരെയെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് റൂത്ത് 1:5 പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ഭർത്താവും കുടുംബവും. ഓപ്ഷൻ ബി, ഭർത്താവും പുത്രന്മാരും. ഓപ്ഷൻ സി, ഭർത്താവും മക്കളും. ഓപ്ഷൻ ഡി, ഭർത്താവും ബന്ധുക്കളും. ശരിയുത്തരം ഓപ്ഷൻ ബി, ഭർത്താവും പുത്രന്മാരും. 5, നവോമി എന്ന വാക്കിന്റെ അർത്ഥം? അനുഗ്രഹീത, ഉത്തമ, സന്തുഷ്ട. ഓപ്ഷൻ ഡി, കൃപ നിറഞ്ഞവൾ. ശരിയുത്തരം ഓപ്ഷൻ സി, സന്തുഷ്ട. അത് ഫുട്നോട്ടിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. 6, ആരുടെ ഭർതൃ കുടുംബത്തിലാണ് ബോവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ, റൂത്തിന്റെ. ഓർഫായുടെ മാതാവിന്റെ. നവോമിയുടെ. ഓപ്ഷൻ ഡി, നവോമിയുടെ എന്നതാണ് ശരിയുത്തരം. റൂത്ത് 2:1. 7, വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാപെറുക്കിയതാര്? നവോമിയുടെ ദാസിമാർ. നവോമി, റൂത്ത്, ഓർഫ. ശരിയുത്തരം ഓപ്ഷൻ സി, റൂത്ത്. 8, കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചതെന്ത്? കൊയ്ത്ത് കഴിയാറായോ? കൊയ്ത്തിന് സമയമായോ? ആരാണ് ഈ യുവതി? ആരാണ് ഇവൾ? ശരിയുത്തരം ഓപ്ഷൻ സി, ആരാണ് ഈ യുവതി. 9, ബോവാസ് നമ്മുടെ ആരാണ് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്. ഓപ്ഷൻ എ, ചാർച്ചക്കാരനാണ്. ഓപ്ഷൻ ബി, ബന്ധുവാണ്. ഓപ്ഷൻ സി, യജമാനനാണ്. ഓപ്ഷൻ ഡി, കാര്യസ്ഥനാണ്. ശരിയുത്തരം എഴുതാൻ ഒരു ചെറിയ സമയമാണ് നിങ്ങൾക്ക് തരുന്നത്.
ഉത്തരം മാർക്ക് ചെയ്തതിനു ശേഷം ഉത്തരം പറയുമ്പോൾ ശരിയോ തെറ്റോ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ബി ബന്ധുവാണ് എന്നതാണ് ശരിയുത്തരം. 10 നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. ആരുടെ കാലിൽ നിന്ന്? ഓപ്ഷൻ എ കാര്യസ്ഥന്റെ, ബി യജമാനന്റെ, സി ബോവാസിന്റെ, ഡി മേൽനോട്ടക്കാരന്റെ. ഓപ്ഷൻ സി ബോവാസിന്റെ എന്നതാണ് ശരിയുത്തരം. 11 കാൽക്കൽ കിടന്ന സ്ത്രീയോട് ബോവാസ് ചോദിച്ച ചോദ്യം എന്ത്? ഓപ്ഷൻ എ നീ ആരാണ്? നീ എന്തിനിവിടെ വന്നു? സി നീ എപ്പോൾ ഇവിടെ വന്നു? ഡി നീ എവിടെ നിന്ന് വരുന്നു? ഓപ്ഷൻ എ നീ ആരാണ്. 12 അവൻ അത് ചെയ്താൽ നന്ന്, ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിന്റെ കടമ കർത്താവാണ് ഞാൻ നിർവഹിക്കും. വാക്യഭാഗം എഴുതുക. റൂത്ത് 3:3, റൂത്ത് 3:13, റൂത്ത് 3:12, റൂത്ത് 3:18. ശരിയുത്തരം റൂത്ത് 3:13. 13ാമത്തെ ചോദ്യം, ബോവാസ് എവിടെ ചെന്നപ്പോഴാണ് മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നത്? ഓപ്ഷൻ എ പട്ടണത്തിൽ, ബി നഗരവാതിൽക്കൽ, സി വയലിൽ, ഡി മെതിക്കളത്തിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി നഗരവാതിൽക്കൽ. 14 ഇവിടെ ഇരിക്കുവിൻ എന്ന് അവരോടും പറഞ്ഞപ്പോൾ ശ്രേഷ്ഠന്മാർ എന്തു ചെയ്തു? എ അങ്ങനെ ചെയ്തു, ബി അവരും നിന്നു, സി അവരും വന്നു, ഡി അവരും ഇരുന്നു. ശരിയുത്തരം ഓപ്ഷൻ ഡി അവരും ഇരുന്നു. ചോദ്യം 15 മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് എന്തു ചെയ്യണം എന്നാണ് ബോവാസ് പറഞ്ഞത്? ഓപ്ഷൻ എ അവന്റെ വയൽ വാങ്ങണം, ബി അവന്റെ മകളെ നോക്കണം, സി അവന്റെ നേർച്ചകൾ നിറവേറ്റണം, ഡി അവന്റെ വിധവയെ സ്വീകരിക്കണം. ഓപ്ഷൻ ഡി അവന്റെ വിധവയെ സ്വീകരിക്കണം എന്നതാണ് ശരിയുത്തരം. സാധാരണ 4 പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു പുസ്തകത്തിൽ നിന്ന് 25 ചോദ്യമാണ് സാധാരണ ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം 1-2 പുസ്തകങ്ങളിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ കുറച്ചാണ് ചോദിച്ചത്. അത്രയും കൂടി മറ്റൊരു പുസ്തകത്തിൽ നിന്ന് കൂടുതൽ ചോദിച്ചു. എന്നാൽ ഈ പ്രാവശ്യം 5 പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ റൂത്തിൽ 4 അധ്യായങ്ങളേ ഉള്ളൂ. യോഹന്നാൻ 12 അധ്യായമുണ്ട്. ഒരുപക്ഷെ യോഹന്നാന്റെ 6-ാം അധ്യായത്തിന്റെ അത്രയേ ഉള്ളൂ റൂത്തിലെ 4 അധ്യായങ്ങളും കൂടി. അതുകൊണ്ട് 5 പുസ്തകങ്ങളിൽ നിന്നും 20 ചോദ്യം വീതം ചോദിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. ഇവിടെ റൂത്തിൽ നിന്ന് 15 ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. 16 മുതലുള്ള ചോദ്യം 1 സാമുവേലിൽ നിന്നാണ്. 16 തങ്ങൾക്ക് ഒരു രാജാവ് വേണമെന്ന് ജനം ശഠിച്ചപ്പോൾ സാമുവേലിന്റെ അഭിപ്രായം എന്തായിരുന്നു? ഓപ്ഷൻ എ മറ്റൊരാളെ നിയമിക്കാം, ബി കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല, സി കർത്താവിനോട് പ്രാർത്ഥിക്കാം, ഡി കർത്താവിൽ ആശ്രയിക്കാം. ഓപ്ഷൻ ബി കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല. 17 ആരാണ് സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നത്? ഓപ്ഷൻ എ സൂഫ്, ബി എൽക്കാന, സി എലീഹു, ഡി തോഹു. ഓപ്ഷൻ ബി എൽക്കാന. 1 സാമുവൽ 1:3. 18 എൽക്കാന ഹന്നയ്ക്ക് ഒരംശം മാത്രം നൽകിയിരുന്നതിനുള്ള കാരണം എന്ത്? എ അവൾക്ക് മക്കളില്ലായിരുന്നു, ബി അവൾക്ക് ഒരംശത്തിനെ അർഹതയുള്ളായിരുന്നു, ഓപ്ഷൻ സി കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നതിനാൽ, ഓപ്ഷൻ ഡി അവൻ അവളെ ഏറെ സ്നേഹിച്ചിരുന്നതിനാൽ. ശരിയുത്തരം ഓപ്ഷൻ സി കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നതിനാൽ. 19 ഹന്ന കർത്താവിനോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? എ ഹൃദയവേദനയോടെ, ബി ഹൃദയം നൊന്തു കരഞ്ഞ്, സി മനം നൊന്തു കരഞ്ഞ്, ഡി ആശങ്കയോടെ കരഞ്ഞ്. ശരിയുത്തരം ഓപ്ഷൻ ബി ഹൃദയം നൊന്തു കരഞ്ഞ്. 20 എന്റെ ശിരസ് കർത്താവിൽ എന്തു ചെയ്യുന്നു എന്നാണ് ഹന്ന പറയുന്നത്? എ ആശ്രയിക്കുന്നു, ബി അഭയം കൊള്ളുന്നു, സി ഉയർന്നിരിക്കുന്നു, ഡി അഭിമാനം കൊള്ളുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി ഉയർന്നിരിക്കുന്നു. 21 നിന്റെ നാവിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ? എ ഗർവ്, ബി ദുഷ്ടവാക്കുകൾ, സി
നിന്ദാവാക്കുകൾ, ഡി ഭോഷത്വം. ശരിയുത്തരം ഓപ്ഷൻ എ ഗർവ്. 22 നിരാലംബയാകുന്നത് ആരാണ്? വന്ധ്യയായവൾ, ബി സന്താന ഭാഗ്യമില്ലാത്തവൾ, സി സന്താന സമ്പത്തുള്ളവൾ, ഡി ദൈവത്തെ നഷ്ടപ്പെടുത്തിയവൾ. ശരിയുത്തരം ഓപ്ഷൻ സി സന്താന സമ്പത്തുള്ളവൾ. 23 ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്ന കാലത്ത് ദർശനങ്ങൾ എപ്രകാരമായിരുന്നു? എ കുറവായിരുന്നു, ബി കൂടുതലായിരുന്നു, സി വിരളമായിരുന്നു, ഡി ദൈവീകമായിരുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി വിരളമായിരുന്നു. 24 കർത്താവ് സാമുവലിനെ വിളിക്കുമ്പോൾ ആര് വിളിക്കുന്നതായാണ് സാമുവൽ മനസ്സിലാക്കിയത്? ഏലി, ദൈവദൂതൻ, സി തന്റെ പിതാവ്, ഡി പ്രവാചകൻ. ശരിയുത്തരം ഓപ്ഷൻ എ ഏലി. 25 1 സാമുവൽ 3:8 എത്രാം പ്രാവശ്യമാണ് കർത്താവ് സാമുവലിനെ വിളിക്കുന്നത്? 2-ാം പ്രാവശ്യം, 3-ാം പ്രാവശ്യം, 4-ാം പ്രാവശ്യം, 1-ാം പ്രാവശ്യം. ഓപ്ഷൻ ബി 3-ാം പ്രാവശ്യം. ചോദ്യം 26 യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ എത്ര ആളുകളെ ഫിലിസ്ത്യർ വധിച്ചു? എ 5000-ഓളം ആളുകളെ, ബി 8000-ഓളം ആളുകളെ, സി 4000-ഓളം ആളുകളെ, ഡി 2000-ഓളം ആളുകളെ. ശരിയുത്തരം സി 4000-ഓളം ആളുകളെ. 27 കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ എന്തു ചെയ്തു? അത്യധികം സന്തോഷിച്ചു, ഓപ്ഷൻ ബി ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു, സി വളരെയധികം ഭയപ്പെട്ടു, ഡി കർത്താവിന് നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു. ഓപ്ഷൻ ബി ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. 28 ദാഗോന്റെ ക്ഷേത്രത്തിൽ എന്തിനു സമീപമാണ് ദൈവത്തിന്റെ പേടകം സ്ഥാപിച്ചത്? ഓപ്ഷൻ എ പ്രതിഷ്ഠയ്ക്കു മുകളിൽ, ബി പ്രതിഷ്ഠയ്ക്കു സമീപം, സി പീഠത്തിനു സമീപം, ഡി ബലിപീഠത്തിന്റെ ചുവട്ടിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി പ്രതിഷ്ഠയ്ക്കു സമീപം. 29 ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയുള്ള ദാഗോന്റെ വാതിൽപ്പടിയിലാണ് ചവിട്ടാത്തത്? എ എബനേസറിലുള്ള, ബി ഏദോമിലുള്ള, സി അഷ്ദോദിലുള്ള, ഡി ഗത്തിലുള്ള. ശരിയുത്തരം ഓപ്ഷൻ സി അഷ്ദോദിലുള്ള. 30 എന്ത് നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്നാണ് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞത്? എ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരം, ബി വിജാതീയരുടെ പേടകം, സി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം, ഡി ഇസ്രായേലിന്റെ ശക്തി. ഓപ്ഷൻ സി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം. 31 ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്നത് എങ്ങനെയാകരുത്? ഓപ്ഷൻ എ വെറും കൈയോടെ, ബി ഉദാസീനമായി, സി ഭയത്തോടെ, ഡി വൈരാഗ്യത്തോടെ. ശരിയുത്തരം ഓപ്ഷൻ എ വെറും കൈയോടെ. 32 പ്രായശ്ചിത്ത ബലിക്കുള്ള കുരുക്കളും എലികളും എന്തുകൊണ്ടാണ് നിർമ്മിക്കേണ്ടത്? ഓപ്ഷൻ എ മണ്ണ്, ബി സ്വർണം, സി വെള്ളി, ഡി ചെമ്പ്. ശരിയുത്തരം ഓപ്ഷൻ ബി സ്വർണം. 33 എന്താണ് ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചത്? ഓപ്ഷൻ എ വാഗ്ദാന പേടകം, ബി കർത്താവിന്റെ പേടകം, സി കർത്താവിന്റെ കൂടാരം, ഡി ദൈവത്തിന്റെ പേടകം. ഓപ്ഷൻ ബി കർത്താവിന്റെ പേടകം. 34 നിങ്ങളെ പൂർണ്ണമായി ആർക്ക് സമർപ്പിക്കുവിൻ? കർത്താവിന്, ദൈവത്തിന്, അത്യുന്നതന്, എല്ലാറ്റിന്റെയും സൃഷ്ടാവിന്. ഓപ്ഷൻ ബി ദൈവത്തിന്. 35 1 സാമുവൽ 7:4 സമാനമായ പഴയ നിയമ ഭാഗമേത്? പുറപ്പാട് 8:28, സംഖ്യ 20:4, ഓപ്ഷൻ സി നിയമാവർത്തനം 4:34, ഓപ്ഷൻ ഡി ന്യായാധിപന്മാർ 10:16. ശരിയുത്തരം ഓപ്ഷൻ ഡി ന്യായാധിപന്മാർ 10:16. 36 സഭാപ്രസംഗക പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താണ്? എ ദാവീദിന്റെ പുത്രൻ, ബി ജെറുസലേമിൽ രാജാവ്, സി സഭാപ്രസംഗകൻ, ഡി ദാവീദിന്റെ പുത്രനും ജെറുസലേമിൽ രാജാവും. ശരിയുത്തരം ഓപ്ഷൻ ഡി ദാവീദിന്റെ പുത്രനും ജെറുസലേമിൽ രാജാവും. 37 സഭാപ്രസംഗകൻ എവിടുത്തെ രാജാവായിരുന്നു? യൂദായിൽ,
ബി ഇസ്രായേലിൽ, സി ജെറുസലേമിൽ, ഡി എഫ്രായിമിൽ. ഓപ്ഷൻ സി ജെറുസലേമിൽ. 38. എവിടെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഭൂമിയിൽ, ബി ഈ യുഗത്തിൽ, സി തലമുറകളിൽ, ഡി സൂര്യനു താഴെ. ഓപ്ഷൻ ഡി സൂര്യനു താഴെ എന്നതാണ് ശരിയുത്തരം. 39. എന്താണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ എ കാറ്റ്, ബി തിരമാലകൾ, സി മേഘങ്ങൾ, ഡി യുഗങ്ങൾ. ഓപ്ഷൻ എ കാറ്റ് എന്നതാണ് ശരിയുത്തരം. സഭാപ്രസംഗകൻ 1:6. 40. ഞാൻ സുഖഭോഗങ്ങളിൽ എന്തു ചെയ്യും. മുഴുകും, സന്തോഷിക്കും, ആനന്ദിക്കും, വിഹരിക്കും. ശരിയുത്തരം ഓപ്ഷൻ എ മുഴുകും. 41. സഭാപ്രസംഗകൻ എന്തു നട്ടുപിടിപ്പിച്ചു. എ തോട്ടങ്ങൾ, ബി ഉപവനങ്ങൾ, സി മുന്തിരിത്തോട്ടങ്ങൾ, ഡി ഉദ്യാനങ്ങൾ. ഓപ്ഷൻ സി മുന്തിരിത്തോട്ടങ്ങൾ. 42. ജെറുസലേമിലെ എന്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നപ്പോഴും എന്തിൽ നിന്ന് അകന്നു പോയില്ല. എ ദൈവത്തിൽ നിന്ന്, ബി വിവേകത്തിൽ നിന്ന്, സി ജ്ഞാനത്തിൽ നിന്ന്, ഡി തീഷ്ണതയിൽ നിന്ന്. ഓപ്ഷൻ ബി ജ്ഞാനത്തിൽ നിന്ന് എന്നതാണ് ശരിയുത്തരം. 43. എല്ലാറ്റിനും എന്തുണ്ട് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. എ ഒരവസരമുണ്ട്, ബി ഒരു കാലമുണ്ട്, സി ഒരു സമയമുണ്ട്, ഡി ഒരു പരിധിയുണ്ട്. ശരിയുത്തരം ഓപ്ഷൻ സി ഒരു സമയമുണ്ട്. 44. കീറാൻ ഒരു കാലം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്. കരയാൻ, നൃത്തം ചെയ്യാൻ, തുന്നാൻ, സൂക്ഷിച്ചു വയ്ക്കാൻ. ഓപ്ഷൻ സി തുന്നാൻ. 45. കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആര്. ഓപ്ഷൻ എ കർത്താവ്, ബി ദൈവം, സി പിതാവ്, ഡി അത്യുന്നതൻ. ശരിയുത്തരം ഓപ്ഷൻ ബി ദൈവം. 46. സൂര്യനു കീഴെ ന്യായപീഠത്തിൽ പുലർത്തേണ്ടത് എന്ത്. ഓപ്ഷൻ എ സത്യം, ഓപ്ഷൻ ബി നീതി, സി ന്യായം, ഡി സത്യസന്ധത. ഓപ്ഷൻ ബി നീതി എന്നതാണ് ശരിയുത്തരം. 47. വീണ്ടും ഞാൻ എന്തിന് കീഴിലുള്ള എല്ലാ മർദ്ദനങ്ങളുമാണ് വീക്ഷിച്ചത്. ഓപ്ഷൻ എ ആകാശത്തിന്, ബി വിണ്ണിന്, സി സൂര്യന്, ഡി ചന്ദ്രന്. ഓപ്ഷൻ സി സൂര്യന്. 48. എന്ത് മർദ്ദകർക്കായിരുന്നു. എ ശക്തി, ബി ബലം, സി കരുത്ത്, ഡി ധൈര്യം. ഓപ്ഷൻ എ ശക്തി. 49. ആര് ഒരാളെക്കാൾ മെച്ചമാണ്. എ മറ്റൊരാൾ, ബി വേറൊരാൾ, സി അനേകം ആളുകൾ, ഡി 2 പേർ. ശരിയുത്തരം ഓപ്ഷൻ ഡി 2 പേർ. 50. എവിടേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക എന്ന് സഭാപ്രസംഗകൻ പറയുന്നു. സഭയിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, ദേവാലയത്തിലേക്ക്, കർത്തൃസന്നിധിയിലേക്ക്. ഓപ്ഷൻ സി ദേവാലയത്തിലേക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ പഠന സഹായി വാങ്ങുന്നവർക്ക് ഈ വീഡിയോയിലുള്ള ഇതേ മോക്ക് ടെസ്റ്റിന്റെ പ്രിന്റ് അയക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു മോക്ക് ടെസ്റ്റ് കൂടി ഉണ്ട്, അതിന്റെയും പ്രിന്റ് അയക്കുന്നുണ്ട്. 100 മാർക്കിന്റെ 2 മോക്ക് ടെസ്റ്റുകൾ അയക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ 2 OMR ഷീറ്റുകളും അയച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരമ്മാമ എനിക്ക് മെസ്സേജ് ഇട്ടതാണ്. ആദ്യമായിട്ടായിരുന്നു പരീക്ഷ എഴുതിയത്, പ്രായമുള്ള ആളാണ്. OMR ഷീറ്റ് കൊടുത്തു, എല്ലാ ബബിളുകളും ആ അമ്മാമ കറുപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ചോദ്യത്തിന് നേരെ 4 ബബിൾ ഉണ്ടാവും, അത് 4ഉം കറുപ്പിച്ചു. പക്ഷേ ശരിയുത്തരം മാത്രമേ നമ്മൾ കറുപ്പിക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പുസ്തകം വാങ്ങുന്ന ആളുകൾക്ക് OMR ഷീറ്റ് കൂടി അയച്ചു തരുന്നുണ്ട്. 100 മാർക്കിന്റെ 2 മോക്ക് ടെസ്റ്റിന്റെ പ്രിന്റും അയച്ചു തരുന്നുണ്ട്. 51. എന്തു നിറവേറ്റാൻ താമസിക്കരുത്. എ ശപഥം, ബി വാഗ്ദാനം, സി ദൈവത്തിന് നേർച്ച നേർന്നാൽ, ഡി ഉടമ്പടി. ശരിയുത്തരം ഓപ്ഷൻ ബി ദൈവത്തിന് നേർച്ച നേർന്നാൽ. 52. സഭാപ്രസംഗകൻ 5:2 സമാനമായ പുതിയ നിയമഭാഗം. എ റോമ 1:18, ബി യാക്കോബ് 1:19, സി യോഹന്നാൻ 7:9, ഡി യാക്കോബ് 3:8. ശരിയുത്തരം ഓപ്ഷൻ ഡി യാക്കോബ് 3:8. സൂര്യനു കീഴെ ആർക്ക് ദുർവഹമായ ഒരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ജനതകൾക്ക്, രാജാക്കന്മാർക്ക്, മനുഷ്യർക്ക്, ആളുകൾക്ക്. ശരിയുത്തരം ഓപ്ഷൻ സി മനുഷ്യർക്ക്.
54 ഒരുവൻ 100 മക്കളോടുകൂടെ ദീർഘായുഷ്മാനായിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം എന്തായിരുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഓപ്ഷൻ എ ജനിക്കാതിരിക്കുന്നത്, ബി ചാപിള്ളയായി പിറക്കുന്നത്, സി നിദ്ര പ്രാപിക്കുന്നത്, ഡി മരിക്കുന്നത്. ഓപ്ഷൻ ബി ചാപിള്ളയായി പിറക്കുന്നത്. 55 എങ്കിലും അത് ചാപിള്ള മുൻ പറയപ്പെട്ടവനെ പോലെയല്ല, അതിനെന്തുണ്ട്? എ ഭാഗ്യമുണ്ട്, ബി പ്രതീക്ഷയുണ്ട്, സി സ്വസ്ഥതയുണ്ട്, ഡി സമാധാനമുണ്ട്. ഓപ്ഷൻ സി സ്വസ്ഥതയുണ്ട്, അതാണ് ശരിയുത്തരം. 56 മോശയുടെ നിയമത്തിന്റെ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകാതെ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയതിനാൽ പൗലോസിന് എന്തില്ലെന്ന് യഹൂദാചാരവാദികൾ വാദിക്കുന്നു. യഹൂദരോട് സ്നേഹം, ബി ക്രിസ്തുവിന്റെ പിന്തുടർച്ച, സി അപ്പസ്തോലാധികാരം, ഡി ദൈവത്തിന്റെ അനുഗ്രഹം. ശരിയുത്തരം ഓപ്ഷൻ സി അപ്പസ്തോലാധികാരം. 57 ആരുടെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും എന്നാണ് പൗലോസ് പറയുന്നത്. ഓപ്ഷൻ എ ദൈവകൃപയിൽ, ബി ക്രിസ്തുവിന്റെ കൃപയിൽ, സി സ്വന്തം കൃപയിൽ, ഡി എന്റെ കൃപയിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിന്റെ കൃപയിൽ. 58 ഗലാത്തിയ 1:11 പൗലോസ് ഗലാത്തിയക്കാരെ എന്താണ് സംബോധന ചെയ്യുന്നത്? ഓപ്ഷൻ എ കുഞ്ഞുങ്ങളെ, ബി സഹോദരരെ, സി വിജാതീയരെ, ഡി പിതാക്കന്മാരെ. ഓപ്ഷൻ ബി സഹോദരരെ. 59 പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് എവിടുത്തുകാരനായിരുന്നു? എ ഗലീലിയാക്കാരൻ, ബി നസ്രത്തുകാരൻ, സി ഗ്രീക്കുകാരൻ, ഡി യൂദയായിൽ നിന്നുള്ളവൻ. ശരിയുത്തരം ഓപ്ഷൻ സി ഒരു ഗ്രീക്കുകാരൻ. 60 പൗലോസ് അന്ത്യോക്യായിൽ വെച്ച് മുഖത്തു നോക്കി എതിർത്തതാരെ? എ അവിശ്വാസികളെ, ബി യഹൂദരെ, സി കേപ്പായെ, ഡി യാക്കോബിനെ. ശരിയുത്തരം ഓപ്ഷൻ സി കേപ്പായെ. 61 നിയമാനുഷ്ഠാനത്തിൽ എന്ത് അർപ്പിക്കുന്ന എല്ലാവരുമാണ് ശാപത്തിന് വിധേയരായിരിക്കുന്നത്? ഓപ്ഷൻ എ പ്രതീക്ഷ, ബി വിശ്വാസം, സി ആശ്രയം, ഡി മനസ്സ്. ശരിയുത്തരം ഓപ്ഷൻ സി ആശ്രയം. 62 ആരാണ് ശപിക്കപ്പെട്ടവൻ ആണ് എന്ന് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ കാൽവരിയിൽ തൂക്കപ്പെട്ടവൻ, ബി അവിശ്വാസി, സി ദുഷിച്ച വാക്കു പറയുന്നവൻ, ഡി മരത്തിൽ തൂക്കപ്പെട്ടവൻ. ശരിയുത്തരം ഓപ്ഷൻ ഡി മരത്തിൽ തൂക്കപ്പെട്ടവൻ. 63 എന്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ എന്തു ചെയ്യുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എ ജനിക്കുന്നതുവരെ, ബി അനുഗ്രഹം ചൊരിയുന്നതുവരെ, സി രൂപപ്പെടുന്നതുവരെ, ഡി ഉരുവാകുന്നതുവരെ. സി രൂപപ്പെടുന്നതുവരെ. 64 സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതാര്? ഓപ്ഷൻ എ മോശ, ബി പൗലോസ്, സി ദൈവം, ഡി ക്രിസ്തു. ഓപ്ഷൻ ഡി ക്രിസ്തു എന്നതാണ് ശരിയുത്തരം. 65 നിങ്ങളിൽ എന്തുണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും. അസ്വസ്ഥത, വിദ്വേഷം, വെറുപ്പ്, പാപ സാഹചര്യം. ശരിയുത്തരം ഓപ്ഷൻ എ അസ്വസ്ഥത. 66 ആത്മാവിനായി വിതയ്ക്കുന്നവൻ നിത്യജീവൻ കൊയ്തെടുക്കുന്നത് എങ്ങനെ? എ സ്നേഹിതരിൽ നിന്ന്, ബി പിതാവിൽ നിന്ന്, സി ആത്മാവിൽ നിന്ന്, ഡി ക്രിസ്തുവിൽ നിന്ന്. ശരിയുത്തരം ഓപ്ഷൻ സി ആത്മാവിൽ നിന്ന്. 67 ഇനിമേൽ ആരും എന്നെ എന്ത് ചെയ്യരുത് എന്നാണ് പൗലോസ് പറയുന്നത്? ഓപ്ഷൻ എ പിന്തുടരരുത്, ബി ബുദ്ധിമുട്ടിക്കരുത്, സി ഉപദ്രവിക്കരുത്, ഡി അധിക്ഷേപിക്കരുത്. ഓപ്ഷൻ ബി ബുദ്ധിമുട്ടിക്കരുത്. 68 യേശുവിന്റെ ശിഷ്യനായ യോഹന്നാനാണ് 4-ാമത്തെ സുവിശേഷത്തിന്റെ കർത്താവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എന്ത്? എ ദൃക്സാക്ഷികൾ, ബി പാരമ്പര്യം, സി കയ്യെഴുത്തു പ്രതികൾ, ഡി മൂലഗ്രന്ഥം. ശരിയുത്തരം ഓപ്ഷൻ ബി പാരമ്പര്യം. 69 ആദിയിലുണ്ടായിരുന്ന വചനം ആരോടുകൂടെയായിരുന്നു? ഓപ്ഷൻ എ ദൈവത്തോടുകൂടെ, മനുഷ്യരോടുകൂടെ, സി പുത്രനോടുകൂടെ, ഡി യേശുവിനോടുകൂടെ. ശരിയുത്തരം ഓപ്ഷൻ എ ദൈവത്തോടുകൂടെ. 70 വചനത്തിലുണ്ടായിരുന്ന ജീവൻ ആരുടെ വെളിച്ചമായിരുന്നു? എ ലോകത്തിന്റെ, ബി മനുഷ്യരുടെ, സി അവിശ്വാസികളുടെ, ഡി ജനങ്ങളുടെ. ശരിയുത്തരം
ഓപ്ഷൻ ബി മനുഷ്യരുടെ. 71 ഗലീലിയിലെ കാനായിൽ വിവാഹ വിരുന്നു നടന്ന സ്ഥലത്ത് ആരാണ് ഉണ്ടായിരുന്നത്? എ ശിഷ്യന്മാർ, ബി യേശുവിന്റെ അമ്മ, സി യേശു, ഡി മണവാളൻ. ശരിയുത്തരം ഓപ്ഷൻ ബി യേശുവിന്റെ അമ്മ. 72 യോഹന്നാന്റെ സുവിശേഷം 2:7 സമാനമായ വചനഭാഗം. എ സങ്കീർത്തനങ്ങൾ 96:9, ബി സങ്കീർത്തനങ്ങൾ 69:9, സി സങ്കീർത്തനങ്ങൾ 99:9, ഡി സങ്കീർത്തനങ്ങൾ 9:6. ശരിയുത്തരം ഓപ്ഷൻ ബി സങ്കീർത്തനങ്ങൾ 69:9. 73 നിക്കോദേമോസ് എന്നു പേരായ ഒരു ജനപ്രമാണി ആരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു? പുരോഹിതന്മാരുടെ, നിയമജ്ഞരുടെ, ഫരിസേയരുടെ, സദുക്കായരുടെ. ശരിയുത്തരം ഓപ്ഷൻ സി ഫരിസേയരുടെ. 74 വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് എന്തു കാണാൻ കഴിയുകയില്ല എന്നാണ് യേശു പറയുന്നത്? എ പിതാവിനെ, ബി മഹത്വം, സി സ്വർഗരാജ്യം, ഡി ദൈവരാജ്യം. ഓപ്ഷൻ ഡി ദൈവരാജ്യം. 75 ആരെക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഫരിസേയർ കേട്ടതായാണ് കർത്താവ് പറഞ്ഞത്? യഹൂദരേക്കാൾ, ബി യോഹന്നാനേക്കാൾ, സി നിയമജ്ഞരേക്കാൾ, ഡി ഫരിസേയരേക്കാൾ. ശരിയുത്തരം ഓപ്ഷൻ ബി യോഹന്നാനേക്കാൾ. 76 സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നത് ആർക്ക്? എ യോഹന്നാന്, ബി ശിഷ്യന്മാർക്ക്, സി യേശുവിന്, ഡി പുരോഹിതന്മാർക്ക്. ശരിയുത്തരം ഓപ്ഷൻ സി യേശുവിന്. 77 എവിടെയാണ് അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നത്? എ ജോർദാനിൽ, ബി കഫർനാമിൽ, സി ജെറുസലേമിൽ, ഡി സമരിയായിൽ. ശരിയുത്തരം ഓപ്ഷൻ സി ജെറുസലേമിൽ. 78 സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ ആരാണ് യേശുവിനെ ദ്വേഷിച്ചത്? എ പുരോഹിത പ്രമുഖന്മാർ, ബി നിയമജ്ഞർ, സി യഹൂദർ, ഡി ഫരിസേയർ. ശരിയുത്തരം ഓപ്ഷൻ സി യഹൂദർ. 79 ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയ യേശുവിനെ അനുഗമിച്ചതാര്? എ വിശ്വാസികൾ, ബി ജനങ്ങൾ, സി വലിയ ഒരു ജനക്കൂട്ടം, ഡി ശിഷ്യന്മാർ. ഓപ്ഷൻ സി വലിയ ഒരു ജനക്കൂട്ടം. 80 യേശു എവിടേക്കു കയറിയാണ് ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നത്? ഓപ്ഷൻ എ വെള്ളത്തിലേക്ക്, ബി മലയിലേക്ക്, സി സിനഗോഗിൽ, ഡി കടൽ തീരത്ത്. ഓപ്ഷൻ ബി മലയിലേക്ക്. 81 യഹൂദരുടെ എന്താണ് സമീപിച്ചിരുന്നത്? എ ദേവാലയ പുനരുദ്ധാരണം, ബി ദേശീയ ഉത്സവം, സി കൂടാരത്തിരുന്നാൾ, ഡി ആഘോഷങ്ങൾ. ഓപ്ഷൻ സി കൂടാരത്തിരുന്നാൾ. 82 എന്ത് ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുന്നില്ല? എ പരസ്യമായി അറിയപ്പെടാൻ, ബി എല്ലാവരാലും അറിയപ്പെടാൻ, സി എല്ലാവരും അറിയാൻ, ഡി സന്തോഷം ആസ്വദിക്കാൻ. ഓപ്ഷൻ എ പരസ്യമായി അറിയപ്പെടാൻ എന്നതാണ് ശരിയുത്തരം. 83 ഞാൻ ലോകത്തിന്റെ എന്താണ് എന്നാണ് യേശു പറയുന്നത്? എ ജീവനാണ്, ബി പ്രകാശമാണ്, സി സത്യമാണ്, ഡി സമ്പത്താണ്. ശരിയുത്തരം ഓപ്ഷൻ ബി പ്രകാശമാണ്. 84 നിങ്ങളുടെ വിധി എപ്രകാരമാണ് എന്നാണ് യേശു ഫരിസേയരോട് പറയുന്നത്? മിഥ്യയാണ്, അധാർമികമാണ്, മാനുഷികമാണ്, ബലഹീനമാണ്. ശരിയുത്തരം ഓപ്ഷൻ സി മാനുഷികമാണ്. 85 ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ എന്തു ചെയ്യും എന്ന് യേശു പറയുന്നു? പിന്തുടരും, വെറുക്കും, ഉപേക്ഷിക്കും, അന്വേഷിക്കും. ശരിയുത്തരം ഓപ്ഷൻ ഡി അന്വേഷിക്കും. 86 റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? ആര് ആരോട് ചോദിച്ചു? ഓപ്ഷൻ എ ഫരിസേയർ യേശുവിനോട്, ബി ശിഷ്യന്മാർ ഫരിസേയരോട്, സി ശിഷ്യന്മാർ യേശുവിനോട്, ഡി ഫരിസേയർ ശിഷ്യന്മാരോട്. ശരിയുത്തരം ശിഷ്യന്മാർ യേശുവിനോട്. ഓപ്ഷൻ സി. 87 യേശു എന്തുകൊണ്ടാണ് ചെളിയുണ്ടാക്കി അന്ധന്റെ കണ്ണുകളിൽ പൂശിയത്? എ വെള്ളം കൊണ്ട്, ബി മണ്ണുകൊണ്ട്, സി തുപ്പൽ കൊണ്ട്, ഡി നിലത്തുനിന്ന് മണ്ണുകൊണ്ട്. ശരിയുത്തരം ഓപ്ഷൻ സി തുപ്പൽ കൊണ്ട്. 88 മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ആരുടെ അടുത്താണ് കൊണ്ടുചെന്നത്? എ യേശു, ബി നിയമജ്ഞരുടെ, സി പുരോഹിത പ്രമുഖന്മാരുടെ, ഡി ഫരിസേയരുടെ. ശരിയുത്തരം ഓപ്ഷൻ ഡി ഫരിസേയരുടെ. 89 ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നതാര്? എ ഇടയൻ, ബി മോഷ്ടാവ്, സി ആടുകളുടെ ഉടമസ്ഥൻ, ഡി കള്ളനും കവർച്ചക്കാരനും.
ശരിയുത്തരം ഓപ്ഷൻ ഡി, കള്ളനും കവർച്ചക്കാരനും. 90. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകൾ എന്തു ശ്രവിക്കും എന്നാണ് യേശു പറയുന്നത്? ദൈവത്തിന്റെ സ്വരം, കള്ളന്റെ സ്വരം, എന്റെ സ്വരം, എന്റെ ആടുകളുടെ സ്വരം. ശരിയുത്തരം ഓപ്ഷൻ സി, എന്റെ സ്വരം. 91. മറിയത്തിന്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബെഥാനിയായിൽ നിന്നുള്ളവരായിരുന്നു ആര്? എ പത്രോസ്, ബി മത്തായി, സി ലാസർ, ഡി ജോസഫ്. ശരിയുത്തരം ഓപ്ഷൻ സി, ലാസർ. 92. മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നത് ആര്? ഓപ്ഷൻ എ അയൽക്കാർ, ബി ദൈവം, സി യേശു, ഡി സഹോദരങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി, യേശു. തുച്ഛമായിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ച്? എ പിതാവിനെ കുറിച്ച്, ബി യേശുവിനെ കുറിച്ച്, സി യോഹന്നാനെ കുറിച്ച്, ഡി യഹൂദരെ കുറിച്ച്. ശരിയുത്തരം ഓപ്ഷൻ സി, യോഹന്നാനെ കുറിച്ച്. 94. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ ആരോടാണ് അക്കാര്യം പറഞ്ഞത്? എ യേശുവിനോട്, ബി കലവറക്കാരോട്, സി മണവാളനോട്, ഡി പരിചയക്കാരോട്. ശരിയുത്തരം ഓപ്ഷൻ എ, യേശുവിനോട്. 95. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചതാര്? എ ജനക്കൂട്ടം, ബി നിയമജ്ഞർ, സി നിക്കോദേമോസ്, ഡി ശിഷ്യന്മാർ. ഓപ്ഷൻ സി, നിക്കോദേമോസ്. 96. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ എവിടെ കയറിയിട്ടില്ല? ഓപ്ഷൻ എ ദൈവത്തിന്റെ പക്കൽ, ബി സ്വർഗത്തിൽ, സി ദൈവസന്നിധിയിൽ, ഡി ഉന്നതത്തിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി, സ്വർഗത്തിൽ. 97. സിക്കാർ എന്ന പട്ടണം എവിടെയായിരുന്നു? എ യൂദായിൽ, ബി സമരിയായിൽ, സി ജെറുസലേമിൽ, ഡി വിജാതിയരുടെ പട്ടണത്തിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി, സമരിയായിൽ. 98. യാത്ര ചെയ്തു ക്ഷീണിച്ച യേശു എന്തു ചെയ്തു? എ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു, ബി വിശ്രമിച്ചു, സി വഴിയിലിരുന്നു, ഡി കിണറിന്റെ കരയിലിരുന്നു. ഓപ്ഷൻ സി, കിണറിന്റെ കരയിലിരുന്നു എന്നതാണ് ശരിയുത്തരം. 99. യോഹന്നാൻ 5:39 സമാനമായ വചനഭാഗങ്ങൾ. എ അപ്പസ്തല പ്രവർത്തനം 13:7, ബി ലൂക്ക 24:27, സി ലൂക്ക 24:17, ഡി അപ്പസ്തല പ്രവർത്തനം 1:7. ശരിയുത്തരം ഓപ്ഷൻ ബി, ലൂക്ക 24:27. 100. യോഹന്നാൻ 6:27 സമാനമായ പഴയ നിയമഭാഗം. എ ഉൽപ്പത്തി 11:7, ബി പുറപ്പാട് 12:8, സി യെശയ്യാ 52:2, ഡി സങ്കീർത്തനങ്ങൾ 55:2. ശരിയുത്തരം ഓപ്ഷൻ സി, യെശയ്യാ 55:2. പ്രിയമുള്ളവരെ, എത്ര മാർക്ക് കിട്ടിയെന്നത് കാൽക്കുലേറ്റ് ചെയ്ത് വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്താൻ പരിശ്രമിക്കുക. പഠന സഹായി ആവശ്യമുള്ളവർ എത്രയും വേഗം ഓർഡർ ചെയ്യേണ്ടതാണ്. ഇനി നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ അതാത് ദിവസങ്ങളിൽ തന്നെ പങ്കെടുക്കുന്നതിനും പഴയ മോക്ക് ടെസ്റ്റുകളുടെ എല്ലാം ലിങ്ക് ലഭിക്കുന്നതിനും 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് മോക്ക് ടെസ്റ്റിൽ ചേരേണ്ടതാണ്. 100 മാർക്കിന്റെ 3-4 വീഡിയോസ് ഇതുപോലെ ചെയ്യാം എന്ന് ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.